നമസ്കാരം. പാലത്തായി പീഡനക്കേസിൽ ശിക്ഷിക്കപ്പെട്ട അധ്യാപകൻ പത്മരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പ്രതിയുടെ ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത്. തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ ചോദ്യം ചെയ്ത് പ്രതി സമർപ്പിച്ച അപ്പീലിലാണ് ഇടക്കാല ഉത്തരവ്. പാലത്തായി യു പി സ്കൂളിലെ 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ്. 2020 മാർച്ച് 17-ന് പാനൂർ പോലീസാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. 2025 നവംബർ 14-ന് തലശ്ശേരി സ്പെഷ്യൽ കോടതി പ്രതിയായ പത്മരാജന് ജീവിതകാലം മുഴുവനും തടവും കൂടാതെ വിവിധ വകുപ്പുകളിലായി 20 വർഷം കഠിന തടവും പിഴയും വിധിച്ച് ഉത്തരവായിരുന്നു. എന്നാൽ പ്രതിഭാഗത്തിന്റെ പ്രധാന വാദങ്ങൾ അപ്പീൽ ഹർജി പരിഗണിക്കവേ പ്രതിഭാഗം അഭിഭാഷകനായ ശ്രീ എസ് രാജീവ് നിരവധി വാദങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, മൊഴികളിലെ വൈരുദ്ധ്യമാണ്. ഇരയായ പെൺകുട്ടിയുടെ മൊഴികളിൽ കടുത്ത വൈരുദ്ധ്യങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടെന്നും സംഭവം നടന്നതായി പറയപ്പെടുന്ന സ്കൂൾ ടോയ്ലറ്റിനെ കുറിച്ചുള്ള വിവരണത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റൊന്നാണ് സംഭവം നടക്കാനുള്ള സാധ്യതയുടെ കുറവ്. അതായത് ഹെഡ്മിസ്ട്രസിന്റെ മുറിക്കും ക്ലാസ് മുറികൾക്കും തൊട്ടടുത്തുള്ളതും 600ഓളം കുട്ടികൾ പഠിക്കുന്നതുമായ ചെറിയൊരു സ്കൂളിൽ ഇത്തരമൊരു സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടക്കാൻ സാധ്യതയില്ലെന്ന വാദം അതും പരിഗണിക്കപ്പെട്ടു. മാത്രമല്ല, മെഡിക്കൽ തെളിവുകൾ അത് അപൂർണമാണ് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആദ്യഘട്ടത്തിൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അണുബാധ മൂലം ചൊറിഞ്ഞതുകൊണ്ടുണ്ടായ പരിക്കുകളാകാമെന്നും എന്നാൽ തുടർന്നുള്ള വൈദ്യപരിശോധന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായും വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ വൈരാഗ്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമായും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും പ്രതിഭാഗം വാദിച്ചു. എന്തായാലും മൊഴികളിലെ പരസ്പര വിരുദ്ധതകളും മെഡിക്കൽ റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യങ്ങളും പ്രഥമദൃഷ്ട്യാ പരിശോധിച്ച കോടതി അപ്പീലിൽ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളിൽ കാമ്പുണ്ടെന്നാണ് വിലയിരുത്തിയത്. അന്വേഷണം വിവിധ ഏജൻസികൾ ഘട്ടഘട്ടങ്ങളായി നടത്തിയപ്പോൾ വ്യത്യസ്ത നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഇതേ തുടർന്നാണ് അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ശിക്ഷ നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. എന്തായാലും കേസിലെ രേഖകളും അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും പരിശോധിച്ച ഹൈക്കോടതി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളിൽ കാമ്പുണ്ടെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. കേസ് അന്വേഷിച്ച വിവിധ ഏജൻസികൾ വ്യത്യസ്ത നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നതെന്നും കോടതി വിലയിരുത്തുന്നു. അപ്പീലിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ പ്രതിയുടെ ശിക്ഷാവിധി നിർത്തിവെക്കാമെന്നും വിലയിരുത്തുന്ന കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അതിജീവിത താമസിക്കുന്ന റവന്യൂ ജില്ലയിൽ പ്രവേശിക്കരുതെന്നും ഇരയെയോ ബന്ധുക്കളെയോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാനോ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. കൂടാതെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ മാധ്യമങ്ങളിലൂടെയോ കേസിനെക്കുറിച്ച് പ്രതികരിക്കരുതെന്നും 1 ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾജാമ്യവും ഹാജരാക്കണമെന്നും ഉത്തരവിലുണ്ട്.